നമ്മൾ നോക്കാൻ പോകുന്നത് PL/SQLൻ്റെ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്സ് ആണ്. ഓക്കെ, അപ്പം എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഒരു എറർ കണ്ടീഷനാണ്. ഓക്കെ, ദാറ്റ് കംസ് ഇൻ യുവർ പ്രോഗ്രാം. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു എററിനെ നമ്മൾ എക്സെപ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ ഹാൻഡിൽ ചെയ്യിപ്പിക്കും. അപ്പോൾ അത് രണ്ട് ടൈപ്പ് ഉണ്ട്, സിസ്റ്റം ഡിഫൈൻഡ് ആയിട്ടുള്ളതും പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതായ യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻസ് അത് ഓൾസോ ദാറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം നമുക്കൊരു ഡിഫോൾട്ടായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വെൻ അതേഴ്സ് ദെൻ യൂസ് ചെയ്യാം. അത് ഇപ്പം ഞാൻ പറയുന്നില്ല. വെൻ വി ലുക്ക് ഇൻ ടു ദിസ് സാമ്പിൾ പ്രോഗ്രാംസ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ സിൻടാക്സ് ഓഫ് ദീസ് എക്സെപ്ഷൻസ്. ഓക്കെ, നമുക്ക് ജനറൽ സിൻടാക്സ് നോക്കാം ഫോർ ദ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. സോ ആദ്യം നമ്മൾ PL/SQL നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം നമ്മുടെ എംപ്ലോയി ടേബിളിൻ്റെ റോ വൈസ് മൾട്ടിപ്പിൾ റോസിൻ്റെ ആണെങ്കിൽ നമ്മൾ എംപ്ലോയി 55% റോ ടൈപ്പ് അങ്ങനെയൊക്കെ ഇല്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്ത്, ഇപ്പം കേഴ്സറിനാണെങ്കിൽ കേഴ്സർ നെയിം പിന്നെ ഈസ് സെലക്ട് അങ്ങനെയെന്ന് വെച്ച് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, അത് നിങ്ങൾ നല്ലതായിട്ട് മനസ്സിലാക്കി ആദ്യം ഡിക്ലെയർ ചെയ്യാൻ പഠിക്കണം. ഓരോന്നിനും ഡിഫറെൻ്റാണ്. ഓക്കെ, പിന്നെ ബിഗിൻ എക്സിക്യൂട്ടബിൾ കമാൻഡാണ്. അതായത് നമുക്ക് ബിഗിനിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം കേഴ്സറിനെ നോക്കാം. അപ്പം ബിഗിന് വരുവാണെങ്കിൽ നമ്മൾ കേഴ്സറിൻ്റെ അകത്ത് എന്തുവാണ് ബിഗിൻ വരുന്നത്, നമ്മൾ ഓപ്പൺ ചെയ്യുന്നു നമ്മുടെ കേഴ്സർ. പിന്നെ കേഴ്സർ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഫെച്ച് ചെയ്യുന്നു നമ്മുടെ കേഴ്സറിൽ നിന്ന് ഇൻറ്റു പെർട്ടിക്കുലർ VEMP ആണെങ്കിൽ VEMPയിലേക്ക് നമ്മൾ ഫെച്ച് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ലൂപ്പ് ചെയ്യുന്നു അൺലെസ് ഇറ്റ് ഈസ് ഫൗണ്ട്, അതായത് അതിനകത്ത് ഫൗണ്ട് ആവുന്നത് വരെ. നോട്ട് ഫൗണ്ട് ആണെങ്കിൽ വി നീഡ് ടു എക്സിറ്റ് ഫ്രം ദാറ്റ് ലൂപ്പ്. അതൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ദാറ്റ്സ് ഓൾ ഇൻ എ ബിഗിൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം അതാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. ഇനി വി ആർ ഹാവിങ് എൻ എക്സെപ്ഷൻ കേസ്. എക്സെപ്ഷൻ എന്ന് പറയുന്നൊരു സാധനം ആ ബിഗിൻ്റെ അകത്ത് വരുന്നുണ്ട് ആൻഡ് എൻഡിൻ്റെയും ബിഗിൻ്റെയൊക്കെ അകത്ത് വരുന്നതാണ് ഈ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഈ എക്സെപ്ഷൻസ് ഞാൻ പറയുവാണെങ്കിൽ ഇപ്പം ഡിവൈഡ് ബൈ സീറോ എക്സെപ്ഷൻസ് ഒക്കെ ഇല്ല. ഡിവൈഡ് ബൈ സീറോ എന്നല്ല അതിന് പറയുന്നത് എക്സെപ്ഷൻ്റെ പേര് സീറോ ഡിവൈഡ് എന്നാണ്. ഓക്കെ, അതിനൊരു എക്സെപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്തിട്ട് സീറോ ചെയ്താലും ഡിവൈഡ് ചെയ്താലും നമുക്ക് എക്സെപ്ഷൻ നമുക്ക് പൊങ്ങി വരും. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ വെൻ നമുക്ക് എന്ത് ചെയ്യും, എക്സെപ്ഷൻ ആദ്യം എഴുതണം, എന്നിട്ട് വെൻ എഴുതണം, എന്നിട്ട് എക്സെപ്ഷൻ 1. അപ്പം സീറോ ഡിവൈഡ് ആണെങ്കിൽ ദെൻ നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഓക്കെ, വെൻ ഇപ്പം 1 ഡിവൈഡ് അതൊരു യൂസർ ഡിഫൈൻഡ് ആണ്. അപ്പോൾ വെൻ 1 ഡിവൈഡ് ദെൻ എക്സെപ്ഷൻ 2 ഹാൻഡ്ലിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ തീർക്കണം. എന്നിട്ട് നമ്മൾ എൻഡ് ചെയ്ത് അവസാനിപ്പിക്കണം. മൂവിങ് ഓൺ ടു ദ എക്സാമ്പിൾ. ഓക്കെ, ലുക്ക് ഓൺ ടു ദിസ് എക്സാമ്പിൾ. സോ ഹിയർ ഇൻ ദിസ് എക്സാമ്പിൾ യു ഹാവ് ഫൗണ്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോരോ കോളമായിട്ടാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് എ റീസൺ നമ്മൾ പെർസെൻറ്റേജ് റോ ടൈപ്പ് കൊടുക്കാത്തത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബിഗിൻ നെയിം അഡ്രസ്സ്, നമ്മുടെ നെയിമും അഡ്രസ്സും നമ്മൾ സെലക്ട് ചെയ്ത് എന്നിട്ട് അത് ഇൻറ്റു നമ്മുടെ നെയിമിലും അഡ്രസ്സിലേക്കും കൊടുക്കണം. ഓക്കെ, ഫ്രം കസ്റ്റമേഴ്സ്. ഇനി ആ കസ്റ്റമേഴ്സ് തമ്മിൽ ഈക്വൽ ആണോ നോക്കാം. രണ്ട് ടേബിളിൽ നിന്ന് തന്നെ രണ്ടും നോക്കണ്ടേ. അപ്പോൾ അതിനാണ് വേർ കണ്ടീഷൻ. നിങ്ങൾ യൂസ് ചെയ്യാൻ അറിയാമല്ലോ, എനിക്ക് പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സോ അത് മനസ്സിലായല്ലോ, നമ്മുടെ സാധാ ഒരു SQL ക്വറിയാണത്. ഓക്കെ, ആ ക്വറി നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ നെയിമും നമ്മുടെ അഡ്രസ്സും നമ്മൾ പ്രിൻ്റ് ചെയ്തെടുത്തു. ഇനി എന്താണ്, നമുക്ക് അവിടെ ഒന്നും നമുക്ക് ഡേറ്റ കണ്ടെത്തിയില്ല. അപ്പോൾ അതൊരു പ്രീഡിഫൈൻഡ് എക്സെപ്ഷനാണ്. നോ ഡേറ്റ ഫൗണ്ട് എന്ന് പറയുന്നത്. അതേഴ്സ് എന്ന് പറയുന്നതും ഒരു പ്രീഡിഫൈൻഡ് എക്സെപ്ഷനാണ്. അപ്പോൾ നോ ഡേറ്റ ഫൗണ്ട് എന്ന് വെച്ചിട്ട് ദെൻ ചെയ്തിട്ട് dbms output ലൈൻ നോ സച്ച് കസ്റ്റമർ എന്ന് എടുത്തിട്ട് എക്സിറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ യു നീഡ് ടു നോ അബൌട്ട് ദിസ് എക്സാമ്പിൾ. ഓക്കെ, അത് അടുത്തെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻസ് ആണ്. ഓക്കെ,
നമ്മളിനി പഠിക്കാൻ പോകുന്ന യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷനാണ്. അത് യൂസ് ചെയ്യുന്നത് ഒരു റേസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ്. നമ്മൾ റേസ് എന്ന് പറയുമ്പോൾ ബിഗിൻ്റെ അകത്ത് നമ്മൾ റേസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എക്സെപ്ഷൻ നെയിം കൊടുക്കും. എന്നിട്ട് ആ എക്സെപ്ഷൻ നെയിം അവിടെ കൊടുത്താൽ മാത്രം പോരാ. വി നീഡ് ടു ഡിക്ലെയർ ദാറ്റ് എക്സെപ്ഷൻ നെയിം. സോ വി ഗീവ് ദാറ്റ് എക്സെപ്ഷൻ നെയിം ആൻഡ് എക്സെപ്ഷൻ എന്നിട്ട് സെമിക്കോളൻ വെച്ച് നമ്മൾ ഡിക്ലെയറിൽ കൊടുത്തത് കണ്ടോ? ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുത്തു അല്ലേ റേസ് കൊടുത്തു. ഇനി നമുക്ക് ഈ പ്രോഗ്രാം നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കാം. പിന്നെ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഇവിടെ നമ്മൾ എക്സെപ്ഷൻ കൊടുത്തത് എൻഡിൻ്റെ അകത്താണ്. ഓക്കെ, എൻഡിൻ്റെ അകത്താണ് കൊടുത്തത്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എൻഡിൻ്റെ അകത്താണ്. ഓക്കെ, അത് മനസ്സിലാക്കാം. ഓക്കെ, കാരണം അത് ബിഗിൻ്റെ അടിയിൽ വരുന്നതല്ലേ. സോ ഞാൻ പറയാം, ആദ്യം നമ്മളിവിടെ നമ്മൾ എല്ലാം ഡിക്ലെയർ ചെയ്തു. അതെന്തൊക്കെയാണ്? CID customers.id. നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ ടേബിളാണ്. ഓക്കെ, ഇപ്പോൾ customer.id എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെർസെൻറ്റേജ് ടൈപ്പ് ഇത് കൊടുത്തു. എന്നിട്ട് അത് യൂസർ വെച്ച് ഇൻപുട്ട് ചെയ്യേണ്ടതായതുകൊണ്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. ആംപർസാൻഡ് CCID എന്ന് പറഞ്ഞ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. ദാറ്റ് ഈസ് എ യൂസർ, നമ്മൾ കൊടുക്കേണ്ട വാല്യൂ ആണ്, യൂസർ ഇൻപുട്ടാണ്. എന്നിട്ട് CNAME customer.name പെർസെൻറ്റേജ് ടൈപ്പ്, അഡ്രസ്സ് customer.address പെർസെൻറ്റേജ് ടൈപ്പ്. എന്നിട്ട് നമ്മൾ യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതാണ് invalid എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് എന്നിട്ട് നമ്മൾ ബിഗിൻ തുടങ്ങും. ബിഗിൻ്റെ അകത്ത് നമുക്ക് എക്സെപ്ഷൻ നമ്മൾ ചെയ്യണം. അതായത് നമ്മുടെ കസ്റ്റമർ ID എന്ന് പറയുന്നത് നമുക്ക് അറ്റ്ലീസ്റ്റ് അയാളുടെ ID എന്ന് പറയുമ്പോൾ 1 ആവണം അല്ലെങ്കിൽ 2 ആവണം. പക്ഷെ അതല്ല, ഇപ്പോൾ 0യുടെ അടിയിലാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ വി നീഡ് ടു റേസ് ആൻ invalid ID എക്സെപ്ഷൻ. അപ്പം റേസ് ഇട്ടിട്ട് invalid ID കൊടുക്കണം. ഇഫ് CID ലെസ് ദാൻ ഈക്വൽ ടു 0. എൽസ് എന്ത് കൊടുക്കണം? ഇപ്പം നമുക്ക് CID കിട്ടി, എൽസ് നമുക്ക് അയാളുടെ നെയിമും അഡ്രസ്സും ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യണം. സോ സെലക്ട് നെയിം അഡ്രസ് ഇൻറ്റു CNAME C address, then from customers where CID is equal to CID, where ID is equal to CID. ID is what you have mentioned in that table, so ID is equal to CID. And dbms output dot put line നെയിം എന്നിട്ട് CNAME അഡ്രസ്സ് കൊടുത്തു. എന്നിട്ട് നമ്മൾ NDIF കൊടുത്തു. എന്നിട്ട് നമുക്ക് എക്സെപ്ഷനാണ്. എക്സെപ്ഷൻ എന്ന് വെച്ചാൽ ഇനി വെൻ invalid ID വരുവാണെങ്കിൽ then dbms dot put dot line the ID must be greater than 0 എന്ന് നമ്മൾ പറഞ്ഞ് എക്സെപ്ഷൻ കൊടുത്തു. when no data found then there is no such customer, and when others then put place error. okay, that's all. end. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ ഡിക്ലെയർ ചെയ്യണം വിത്ത് എക്സെപ്ഷൻ. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ അതൊക്കെ ചെയ്യണം. അതായത് നമ്മൾ ബിഗിനിൽ കൊടുക്കണം. എന്നിട്ട് നമുക്ക് എക്സെപ്ഷൻസ് അല്ല എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഡിക്ലെയർ ചെയ്യണം. ഇനി ഇവിടെ നമ്മൾ എക്സെപ്ഷൻ ആയിരുന്നു. ഓക്കെ, എക്സെപ്ഷൻ അതൊക്കെ നല്ല രീതിയിൽ ഓർത്തിട്ടുണ്ട്. കാരണം ഈ ഒരു സിലി മിസ്റ്റേക്ക് നമുക്ക് എല്ലാം അറിയാമെങ്കിൽ പക്ഷേ ഒരു എക്സെപ്ഷൻ ആണോ എന്നറിയാത്ത സിലി മിസ്റ്റേക്ക് കാരണം ഇപ്പോൾ തെറ്റല്ലേ. ഓക്കെ, ഡിക്ലെയർ ബിഗിന് എക്സെപ്ഷൻ എൻഡ്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് പ്രീഡിഫൈൻഡ് എക്സെപ്ഷൻസ് ആണ് നോക്കുന്നത്. സോ ആക്സസ് ഇൻറ്റു നൾ, ഇറ്റ് ഈസ് റേസ്ഡ് വെൻ നൾ ഒബ്ജക്റ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി അസൈൻഡ് എ വാല്യൂ. ഓക്കെ, access into null. Case not found, it is raised when none of the choices in the when clause of a case statement is selected and there is no else clause. Okay, it is raised when none of the choices in the when clause of a case statement is selected and there is no else clause. Else clause illa and none of the if statement is selected. Okay, when clause il onnu selected aayilla, avade else illa. Collection is null. It is raised when a program attempts to apply a collection methods other than access to an uninitialized nested table or array, or the program attempts to assign values to the elements of an uninitialized nested table or array. So ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഇൻവാലിഡ് കേഴ്സർ നോക്കുക. ഓക്കെ,
ഇൻവാലിഡ് കേഴ്സർ നോക്കുക. ഇൻവാലിഡ് കേഴ്സർ എന്ന് ഇറ്റ് ഇസ് റേസ്ഡ് when attempts are made to make a cursor operation that is not allowed, such in a closing unopened is invalid cursor. ഇൻവാലിഡ് കേഴ്സർ ഓർക്കുക, ഇൻവാലിഡ് നമ്പർ ഓർക്കുക, പിന്നെ നോ ഡേറ്റ ഫൗണ്ട് ഓർക്കുക, പിന്നെ അതേഴ്സ് ഓർക്കുക, ടു മെനി റോസ് ഓർക്കുക, വാല്യൂ എറർ ഓർക്കുക. ഓക്കെ.